Good morning. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് കമ്പോണൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം ഏതൊക്കെയായിരുന്നു? കമ്പോണൻസ് സോഴ്സ് ഉണ്ട്, പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉണ്ട്. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഗ്യാസ് ഓരോ ഏരിയയിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉണ്ട്. നെക്സ്റ്റ് വാൽവുകൾ ഉണ്ട്, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ മെത്തേഡ് വാൽവുകൾ ഉണ്ട്. നെക്സ്റ്റ് നോക്കി മോണിറ്റർ ചെയ്യാനായിട്ട് വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ഉണ്ട്. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് ടു സപ്ലൈ ഗ്യാസസ്, ഗ്യാസ് സപ്ലൈ ചെയ്യാൻ ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉണ്ട്. സെക്രട്ടറി എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും ഈ ഗ്യാസ് സിസ്റ്റത്തിലെ കമ്പോണൻസ് ആണ്. അതിനകത്ത് സോഴ്സ് പറഞ്ഞു അല്ലെ? സോഴ്സസ് ആർ റിസർവ്സ് ദാറ്റ് ജനറേറ്റ് ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസ് ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്. സോഴ്സ് എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ മാനിഫോൾഡ് സിസ്റ്റം പറഞ്ഞത്. പിന്നെ അടുത്തത് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ പറഞ്ഞു. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? പൈപ്പ് മെയ്ഡ് ചെയ്യാനായിട്ട് ഹൈ ക്വാളിറ്റി കോപ്പർ അല്ലെ? ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് പൈപ്സ്. പൈപ്പ് നിർമ്മിക്കാൻ വേണ്ടി ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വാൽവുകളാണ്. രണ്ട് തരത്തിലുള്ള വാൽവുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സോൺ വാൽവുകളുണ്ട്, സർവീസ് വാൽവുകളും ഉണ്ട്. സോൺ വാൽവ് എന്താണ്? ഒരു വലിയൊരു ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഐസൊലേഷൻ സോൺ വാൽവും സർവീസ് വാൽവും. സർവീസ് വാൽവ് നോക്കിയേ ടു ഐസൊലേറ്റ് സർട്ടൻ പാർട്ട് ഓഫ് എ സിസ്റ്റം. ഒരു ചെറിയൊരു ഭാഗത്തെ മാത്രം ഒറ്റപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും റിപ്പയറോ എന്തെങ്കിലും മോഡിഫിക്കേഷനോ ഒക്കെ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. ഫോർത്ത് വൺ ആണ് പാനിങ് ആൻഡ് അലാറം സിസ്റ്റം. പാനിങ് എന്ന് വെച്ചാൽ അതിനെന്താണ്? ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അല്ലെ? രണ്ട് തരത്തിലുള്ള വാർണിംഗ് സിസ്റ്റം പറയുന്നുണ്ട്. ടു മെയിൻ അലാറം സിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാ? മാസ്റ്റർ അലാറം ഉണ്ട്, ഏരിയ അലാറം ഉണ്ട്. മാസ്റ്റർ അലാറം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ. മാസ്റ്റർ അലാറം മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ. മെയിൻ ഗ്യാസ് ലൈനിലെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാറം ഉപയോഗിക്കുന്നത്. ഏരിയ അലാറം എന്ന് പറഞ്ഞ എന്തിനാണ്? ഓൺ പാനൽസ് ആൻഡ് ദ ഫങ്ഷൻ ഈസ് ഓൾസോ ടു മോണിറ്റർ ദ കണ്ടീഷൻ ഓഫ് എ സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയ. പ്രത്യേക ക്രിട്ടിക്കൽ കെയർ ഏരിയനെ മോണിറ്റർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഏരിയ അലാറം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റും ആണ് പറയുന്നത്. എന്താണ്? ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലേക്ക് കണക്ഷൻ നൽകാവുന്ന പോയിന്റുകളാണ് ഔട്ട്ലെറ്റും ഇൻലെറ്റും എന്ന് പറയുന്നത്. ഔട്ട്ലെറ്റ് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുമ്പോൾ ഇൻലെറ്റുകൾ വാക്വമാണ് സപ്ലൈ ചെയ്യുന്നത്. അത് നോക്കണം കേട്ടോ. ഔട്ട്ലെറ്റ് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുമ്പോൾ ഇൻലെറ്റുകൾ വാക്വം സപ്ലൈ ചെയ്യുന്നു. പിന്നെ അടുത്തതാണ് ആറാമത്തെ സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നമ്മുടെ സോഴ്സുകള്, പൈപ്പിംഗ് നെറ്റ്വർക്ക്, വാൽവ്, വാൽവിംഗ് അലാറം സിസ്റ്റം, ഔട്ട്ലെറ്റ്, ഇൻലെറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ പൈപ്പ് ലൈൻ സിസ്റ്റത്തില് അതിനകത്ത് വരുന്ന ഒരു ഭാഗമാണ് മൊത്തം ഹോസുകള്, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, വാക്വം റെഗുലേറ്റേഴ്സ് ആർ നോട്ട് പാർട്ട് ഓഫ് ദ പൈപ്പ് ലൈൻ സിസ്റ്റം. ആ പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ലെങ്കിലും അതെന്താണ്? വാക്വം കൺസ്ട്രക്ഷനിൽ അത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. മൊത്തം ഹോസുകൾ അതിനകത്ത് വന്നത്. പിന്നെ ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ ദ പൈപ്സ് ഗ്യാസ് ഫ്ലോ റേറ്റ്. പൈപ്പിന്റെ ഗ്യാസ് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗ്യാസ് ഫ്ലോ മീറ്റർ. പിന്നെ അടുത്താണ് ഗേജ് എന്ന് പറയുന്നത്. പ്രഷർ അളക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഗ്യാസിന്റെ പ്രഷർ അളക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗേജുകൾ, വാക്വം റെഗുലേറ്റർ. ഇതെല്ലാം സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം കേട്ടോ, സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് കേട്ടോ. മൊത്തം ഹോസുകൾ വരുന്നുണ്ട്, ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ് വരുന്നുണ്ട്, ഗേജുകൾ വരുന്നുണ്ട്, വാക്വം റെഗുലേറ്റേഴ്സ്.
ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. പിന്നെ അടുത്തത് നമ്മള് അത്രയും ആണ് അതിന്റെ കമ്പോണൻസ് പറയുന്നത്. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ട് കമ്പോണൻസ് 6 പറഞ്ഞായിരുന്നു അല്ലേ. അതിനകത്ത് സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം. എന്നാലും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഫോർ പ്രോസസ്, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, വാക്വം റെഗുലേറ്റേഴ്സ്. ഇനി അടുത്തത് ഇനിയുള്ള സെക്ഷനുകളൊക്കെ വളരെ ഈസിയാണ്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? പേഷ്യന്റിന് ഫസ്റ്റ് പേഷ്യന്റിന് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഹോസ്പിറ്റൽ സ്റ്റാഫിന് ഈ മെഡിക്കൽ ഗ്യാസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്താണ് അഡ്വാൻറ്റേജ്? അങ്ങനെ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടാ പറയുന്നത് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് നോക്കിയേ, ഫോർ പേഷ്യൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് നോക്കിയേ. First നോക്കിയേ, there will be no disturbing sight of oxygen cylinder at the bedside. ഒന്ന് കറക്റ്റ് ചെയ്തേ, അത് സൈഡ് എന്നാണ് കേട്ടോ, SIDE സൈഡ്, ബെഡ്സൈഡ് SIDE. അപ്പൊ നോക്കിയേ, നമ്മൾ എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പേഷ്യൻസിന് ആ ബെഡിന്റെ സൈഡില് ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോഴുണ്ടാകുന്ന ആ ഡിസ്റ്റർബിങ് സൈറ്റ് ഒഴിവാക്കാൻ പറ്റും അല്ലെ. വളരെ അരോചകമായി തോന്നും അല്ലെ, ബെഡിന്റെ സൈഡിൽ തന്നെ വലിയ കുറ്റി ഇങ്ങനെ ഓക്സിജൻ സിലിണ്ടർ വെക്കുന്നത്. ഇപ്പൊ പൈപ്പിലൂടെയാണ്, ഇപ്പൊ നമ്മുടെ പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ് നമുക്ക് ഇപ്പൊ ഇത് ഓക്സിജൻ ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ വേറെ കുറ്റിയോ കാര്യങ്ങളോ ഒന്നും അത് വേണ്ട. അപ്പൊ നേരെ പൈപ്പിംഗ് സിസ്റ്റത്തിലൂടെയാണ് നമുക്ക് ഗ്യാസ് അവിടെ പേഷ്യൻസിന്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ ആ ഓക്സിജൻ സിലിണ്ടർ ബെഡിന്റെ സൈഡില് ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഡിസ്റ്റർബിങ് സൈറ്റ് ഉണ്ടാവില്ല. There will be no disturbing sight of oxygen cylinder at the bedside. ആ ഒരു കാഴ്ച നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ പേഷ്യൻസിന് അപ്പൊ അതങ്ങനെ ആ ഒരു കുറ്റി സിലിണ്ടർ ഇരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റർബിങ് സൈറ്റ് നമുക്ക് ഉണ്ടാകില്ല. അതാണ് ഒന്നാമത്തത് കേട്ടോ, പേഷ്യന്റിന്റെ അഡ്വാൻറ്റേജിൽ വരുന്നതാണ് കേട്ടോ. There will be no disturbing sight of oxygen cylinder at the bedside. രണ്ടാമത് നോക്കിയേ, elimination of the annoying noise from the movement of cylinder in and around the hospital. eliminate ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഒഴിവാക്കുക. of the annoying noise. annoying എന്ന് പറഞ്ഞാൽ എന്താ, annoying noise നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന അല്ലെ, നമുക്ക് ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് എപ്പോ വരുന്നതാണ്? ഫ്രം ദ മൂവ്മെന്റ് ഓഫ് ദ സിലിണ്ടർ. ആ സിലിണ്ടർ മൂവ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു അനോയിങ് നോയിസ്, ആ ഒരു ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള സൗണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ പേഷ്യൻസിന് എന്താ അങ്ങനെയുള്ള ഒരു ഒച്ച കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അത് ഒരു പേഷ്യൻസിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഗ്യാസ് കുറ്റിയൊക്കെ വരുമ്പോൾ നോക്കിയേ, നമുക്ക് ദൂരെ നിന്ന് വരുമ്പോ അറിയാം, നമ്മൾ പറയും ഗ്യാസിന്റെ വണ്ടി വരുന്നുണ്ട് അല്ലെ. ആ സംഭവം സിലിണ്ടറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോഴും ഉരുട്ടുമ്പോഴും നിരക്കുമ്പോഴൊക്കെ ഒരു വലിയ സൗണ്ട് ഉണ്ടാവില്ലേ അല്ലെ. നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഗ്യാസ് കുറ്റിയൊക്കെ അവര് ആ റോട്ടിലേക്ക് വലിച്ചിടുമ്പോഴും അത് ഉരുട്ടി നിരക്കിക്കൊണ്ട് പോകുമ്പോഴൊക്കെ സൗണ്ട് ഉണ്ടാവും. അപ്പൊ അതുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ഇതുപോലെ തന്നെ ആ ഗ്യാസ് സിലിണ്ടർ ഈ ഹോസ്പിറ്റലിൽ കൂടെ ഇങ്ങനെ ചുറ്റുമൊക്കെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് ഒരു ചില പേഷ്യൻസിനൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു നോയിസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള അത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ കുറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല, നേരെ പൈപ്പിലൂടെ നമ്മുടെ പേഷ്യന്റിന്റെ അടുത്തേക്ക് ഈ ഓരോ ഗ്യാസുകൾ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആ രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കണേ, ആ ഗ്യാസ് സിലിണ്ടർ മൂവ് ചെയ്യിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ശല്യപ്പെടുത്തുന്ന ഒരു നോയിസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ പേഷ്യന്റിന് ഒരു അഡ്വാൻറ്റേജ് അല്ലേ, നല്ല ഫ്രീ ആയിട്ട് നല്ല കാമായിട്ട് സൗണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ അവർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയ ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ദ സിലിണ്ടേഴ്സ്. സ്റ്റെറൈൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത അണുവിമുക്തമാക്കിയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഈ കണ്ടാമിനേഷൻ ആവാതെ മലിനമാകാതെ നമുക്ക്
സംരക്ഷിക്കാൻ പറ്റും. അതായത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്ന സ്റ്റെറൈൽ ഏരിയ ആണ്, അതിൽ കൂടെ ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടൊക്കെ പോകുമ്പോൾ അത് വീണ്ടും കണ്ടാമിനേറ്റ് ആകും അല്ലെ, ആ ഒരു ഏരിയ കണ്ടാമിനേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആ സ്റ്റെറൈൽ ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. Protection of sterile area from contamination due to the use and movement of the cylinder. സിലിണ്ടറിന്റെ ഉപയോഗം മൂലവും സിലിണ്ടർ അതിൽ കൂടെ മൂവ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്റ്റെറൈൽ ഏരിയ വീണ്ടും അത് കണ്ടാമിനേഷൻ ആകുന്നത് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൊട്ടക്ഷൻ കിട്ടും, സ്റ്റെറൈൽ ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. Okay, protection of sterile area from contamination. Contamination എന്ന് വെച്ചാൽ മലിനമാകുക. മലിനമാകുന്നതിൽ നിന്ന് നമ്മൾ എന്താ ആ സ്റ്റെറൈൽ ഏരിയനെ സംരക്ഷിക്കാൻ പറ്റും. അടുത്ത നോക്കിയേ, ലാസ്റ്റ് പോയിന്റ്, കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട്, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ, ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സപ്ലൈ ചെയ്യാൻ പറ്റും. കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. ഓക്കെ, കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. അത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് സ്ഥിരമായിട്ടും ഒരു ക്ലീൻ ആയിട്ടുള്ള സപ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെ പേഷ്യന്റിന്റെ അഡ്വാൻറ്റേജ് ആണ്. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള പേഷ്യന്റിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, 4 പോയിന്റ് പറഞ്ഞത്. ഒന്നാമത്തെ എന്താ പറഞ്ഞത്, ആ ഓക്സിജൻ സിലിണ്ടർ ബെഡിന്റെ സൈഡിൽ ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോഴുള്ള ആ ഡിസ്റ്റർബിംഗ് ആയിട്ട് നമ്മൾ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ച നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ആ സിലിണ്ടർ ഹോസ്പിറ്റലിന് ചുറ്റുമൊക്കെ മൂവ് ചെയ്യിക്കുമ്പോഴുണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുമ്പോഴുണ്ടാകുന്ന ഒരു അനോയിങ് നോയിസ്, ശല്യപ്പെടുത്തുന്ന ആ ശബ്ദം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ആ സ്റ്റെറൈൽ ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത്, നമ്മൾ ആവശ്യമുള്ള ഒരു ലൊക്കേഷനിലേക്ക് സ്ഥിരമായിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ളത് സപ്ലൈയും ലഭിക്കും. ക്ലിയർ ആയോ? 4 പോയിന്റ്സ് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഇനി ഹോസ്പിറ്റൽ സ്റ്റാഫിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്? ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് ഹോസ്പിറ്റൽ സ്റ്റാഫിനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഓക്കെ, സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വിഫ്റ്റ് പെട്ടെന്ന് നമുക്ക് ആ ഗ്യാസ് ടാപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഓരോ ബെഡ് സൈഡിലേക്കും ഒക്കെ നമുക്ക് എന്താ ടാപ്പിൽ തന്നെ നമുക്ക് ആ ഒരു പൈപ്പിൽ കൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഗ്യാസ് ആ പേഷ്യന്റിന്റെ അടുത്ത് അവൈലബിൾ ആക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ മറ്റേ ഓക്സിജന്റെ കുറ്റിയൊന്നും ഉരുട്ടിക്കൊണ്ടുവന്നോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെക്കണ്ട, അതൊന്നും വേണ്ട. എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പം തന്നെ നമുക്ക് ആ ഗ്യാസ് ടാപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഹോസ്പിറ്റൽ സ്റ്റാഫിന് എളുപ്പമല്ലേ, ഇത് കൊണ്ടുവന്ന് ഉരുട്ടി കൊണ്ടുവന്ന അല്ലെങ്കിൽ ബെഡ് സൈഡിൽ കൊണ്ടുവന്ന ഓക്സിജൻ സിലിണ്ടർ ഒന്നും വെക്കണ്ട, പിന്നെ അത് കണക്ട് ചെയ്യണം, അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ആ പൈപ്പ് ലൈനിൽ എപ്പോഴും അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. ടാപ്പുകളിലെ ഗ്യാസിന്റെ അവൈലബിലിറ്റി പെട്ടെന്ന് നമുക്ക് അത് കിട്ടും, വേഗത്തില് നമുക്ക് ആ ഗ്യാസ് കിട്ടും. ഓക്കെ, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഇനി അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. ഓക്കെ, ക്ലീൻ ആയിട്ടുള്ള, വൃത്തിയുള്ള, സേഫ് ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള, ഡിപ്പെൻഡബിൾ, വിശ്വസനീയമായിട്ടുള്ള ഗ്യാസ് ഡെലിവറി ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് ആണ് കേട്ടോ. അത് നമ്മൾ കറക്റ്റ് ചെയ്തേ. മൂന്നാമത്തെ പോയിന്റില് റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ്. Regular flow of gases whenever and wherever needed. എപ്പോഴാണോ എവിടെയാണോ ആവശ്യം, അതിന്റെ റെഗുലർ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ്, റെഗുലർ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഗ്യാസസ് നമുക്ക് കിട്ടും. ഓക്കെ, whenever and wherever needed. എപ്പോഴൊക്കെയാണോ എവിടേക്കാണോ ആവശ്യം, അതിന്റെ ഗ്യാസിന്റെ ആ റെഗുലർ കണ്ടിന്യൂസ് ഫ്ലോ കിട്ടും. ഇനി അടുത്ത് നോക്കിയേ, മിനിമൽ ആക്സിഡന്റൽ റിസ്ക് ഡ്യൂ ടു മിസ്ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. മിസ്ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള കൈകാര്യം.
തെറ്റായിട്ടുള്ള ഒരു കൈമാറ്റം ഹാൻഡിൽ ചെയ്യുമ്പോൾ, മിസ് ഹാൻഡിലിംഗ് ഓഫ് സിലിണ്ടർ ഒരു തെറ്റായിട്ടുള്ള ഒരു ഉപയോഗിക്കുന്നത് മൂലം അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു റിസ്ക്, ഒരു അപകടം കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഓരോരുത്തരുടെയും കൈകളിലൂടെ പോയിട്ടൊക്കെ വേണമല്ലോ അത് വെക്കാനായിട്ടേ. അപ്പൊ അത് ഇപ്പെന്ന് പറഞ്ഞാൽ നേരെ പൈപ്പിൽ കൂടെ കിട്ടുമ്പോ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. ആ പൈപ്പിൽ എപ്പോഴും ആ ഗ്യാസുകൾ അവൈലബിൾ ആയിരിക്കും. ഏതാണോ വേണ്ടത് ഗ്യാസ് അവൈലബിൾ ആയിരിക്കും. മറ്റത് ഇനി അവര് സിലിണ്ടേഴ്സ് ഇങ്ങനെ കൈകാര്യമൊക്കെ കൈമാറ്റം ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ആ റിസ്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. മിനിമൽ ആക്സിഡന്റൽ റിസ്ക് ഡ്യൂ ടു മിസ്ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. എന്താ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ എന്താ, നമുക്ക് ആ ഗ്യാസുകളുടെ വേഗത്തിലുള്ള ലഭ്യത കിട്ടും. ഓക്കെ, പെട്ടെന്ന് എപ്പോഴാണ് ആവശ്യം അപ്പൊ തന്നെ നമുക്ക് ഗ്യാസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ അടുത്തത് ക്ലീൻ, സേഫ്, ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. ക്ലീൻ ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, വിശ്വസനീയമായിട്ടുള്ള ഗ്യാസിന്റെ ഡെലിവറി കിട്ടും. പിന്നെ അടുത്തത് ഗ്യാസ് എവിടെയാണോ എപ്പോഴെല്ലാമാണോ ആവശ്യമുള്ളത് അതിന്റെ ഒരു റെഗുലർ ഫ്ലോ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോ കിട്ടും. ബ്ലോക്ക് ഒന്നും ആവുന്നില്ല, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയണം, അങ്ങനെയൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ആ ഫ്ലോ ഗ്യാസ് കിട്ടും എന്നുള്ളത്. പിന്നെ അടുത്തത് എന്താ, ആ സിലിണ്ടർ തെറ്റായിട്ടുള്ള ഒരു കൈമാറ്റം മൂലം സംഭവിക്കാവുന്ന റിസ്ക് അതിനെ കുറയ്ക്കാൻ പറ്റും. 4 പോയിന്റ്സ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. യെസ്. ഇനി നോക്കിയേ, ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഈ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം കൊണ്ട് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പേഷ്യന്റിന്റെ പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റാഫിന്റെയും പറഞ്ഞു, ഇനി മൂന്നാമത്തെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. എന്തൊക്കെയാന്ന് നോക്കിയേ, ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് in large quantity at favorable terms. Favorable terms എന്ന് വെച്ചാൽ അനുകൂലമായിട്ടുള്ള നിബന്ധനകൾ. അതിനനുസരിച്ച് ആ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിന്റെ അനുസരിച്ച് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ ഗ്യാസുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. എപ്പോഴും നമ്മൾ പോയി പർച്ചേസ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഒരു വലിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു നിബന്ധനകൾക്കൊക്കെ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ ഗ്യാസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ലാർജ് ക്വാണ്ടിറ്റിയിൽ ഗ്യാസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, എക്കണോമി ഓഫ് പർച്ചേസ് ഓഫ് സിലിണ്ടേഴ്സ്. രണ്ടാമത്തെ നോക്കിയേ, ആ സിലിണ്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം നോക്കിയേ. നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ലാഭമല്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസിങ്ങിന്റെ അത് റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ അത് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും ഒക്കെ നമ്മൾ വീണ്ടും ചെലവാക്കേണ്ടി വരും. എല്ലാം ഒരു പ്രാവശ്യം ഒരു വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഉള്ളൂ അല്ലെ, ഒരു പ്രാവശ്യം അതിനു വേണ്ടി മെനക്കെട്ടാൽ മതി, സമയം ലാഭിക്കാം, നമുക്ക് പൈസ ഒത്തിരി 2-3 പ്രാവശ്യം നമ്മളിപ്പോ കൊണ്ടുവരേണ്ട ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒഴിവാക്കാം. എംപ്ലോയീസിന് കൊടുക്കുന്ന ഇതാണെങ്കിലും അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ എക്കണോമി, നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് എന്താണ് നല്ലൊരു ഇതാണ് വരുന്നത്. എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടേഴ്സ്. സിലിണ്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക സ്ഥിതി അത് നമുക്ക് എന്താ പറയാ ലാഭിക്കാൻ പറ്റും. ലാർജ് ക്വാണ്ടിറ്റിയിൽ ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ പൈസയാണെങ്കിലും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തികമായിട്ട് നമുക്കൊരു ലാഭം ഉണ്ടാകും. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയാൽ ലെസർ ബ്രേക്കേജ്. അത് പൊട്ടാനുള്ള സാധ്യത കുറവാണ്. ബ്രേക്കേജ് പൊട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ആവാനുള്ളത് ലാർജ് ക്വാണ്ടിറ്റിയിൽ എപ്പോഴും അവിടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിനൊരു ബ്രേക്കേജ് അവിടെ വന്നില്ല. അതാണ് ലെസർ ബ്രേക്കേജ്. പിന്നെ അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് റാഷണലൈസേഷൻ ഇൻ ഓർഡറിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് എ വൈഡ് വെറൈറ്റി ആൻഡ് സൈസ് ഓഫ് ഗ്യാസ് സിലിണ്ടേഴ്സ്. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യായമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്യാൻ പറ്റും, അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷനും നമുക്ക് പല വെറൈറ്റി പല തരത്തിലുള്ള ഗ്യാസുകൾ
ഒറ്റ ഒരു ഗ്യാസ് ആയിരിക്കണം എന്നില്ലല്ലോ. വലിയ വെറൈറ്റിയിലുള്ള പല തരത്തിലുള്ള ഗ്യാസുകൾ ആൻഡ് സൈസ് പല സൈസിൽ ഒക്കെയുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ നമുക്ക് അതൊരു ന്യായമായ രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിന്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ന്യായമായ രീതിയിൽ നടത്താം എന്നാ പറയുന്നത്. എപ്പോഴും നമ്മൾ പോകണ്ടല്ലോ. അത് ഓർഡർ ചെയ്യാനും നമുക്ക് എളുപ്പമാണ്, അത് സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജും കുറവായിരിക്കും. വലിയ ക്വാണ്ടിറ്റിയിൽ ഒറ്റയടിക്ക് നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജും കുറവായിരിക്കും. ഓക്കെ, അതെല്ലാം നമുക്ക് എങ്ങനെ ചെയ്യാം? ഒരു ന്യായമായ രീതിയിൽ നടത്താൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് അതെന്താ പറയാ, നമുക്കൊരു ലാഭമാണത്. ഇനി അടുത്ത് നോക്കിയേ, ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഓണിംഗ് ടു ഹാൻഡിലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. നോക്കിയേ, ലെസ് ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ടു ബിൽഡിങ്ങിന്റെ ഡാമേജ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാ? ഡ്യൂ ടു ഹാൻഡിലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ ബിൽഡിങ്ങിന് ഉണ്ടാകുന്ന ഡാമേജുകൾ കുറയ്ക്കാൻ പറ്റും. എപ്പോഴും ഇത് നമ്മള് ഈ സിലിണ്ടർ ഓർഡർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഉരുട്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ബിൽഡിങ് തട്ടും മുട്ടും ഒക്കെ ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിന് ഉണ്ടാകാനുള്ള ഒരു ഡാമേജ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഓണിംഗ് ടു ഹാൻഡിലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. എന്താ പറഞ്ഞേക്കുന്നത്? ആ സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഡാമേജ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അത്രയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, പെട്ടെന്ന് നോക്കിയേ, നമുക്ക് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. രണ്ടാമത് നോക്കിയേ, അത് സാമ്പത്തികമായിട്ടും നമുക്ക് ലാഭിക്കാൻ പറ്റും. എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടേഴ്സ്. സിലിണ്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്കണോമി, ഒരു സാമ്പത്തിക സ്ഥിതി നമുക്ക് അത് ലാഭമാണ് നമുക്ക്. പിന്നെ അടുത്ത ബ്രേക്കേജ് ലെസ്സർ ആയിരിക്കും, കുറച്ച് ബ്രേക്കേജ് ഉണ്ടാവുള്ളൂ. പൊട്ടാനുള്ള ഒരു സാധ്യത കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അത് ബ്രേക്കേജ് കുറവാണ്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഓർഡറിങ്ങും സ്റ്റോറിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഇതൊക്കെ നമുക്കൊരു ന്യായമായ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റും. പിന്നെ അടുത്തത് ആ സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിന് ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? 3 സെക്ഷൻ ആയിട്ടാ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പൊ അഡ്വാൻറ്റേജിൽ ഫോർ പേഷ്യൻസിന്റെ അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫിന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജിൽ വരുന്നത് ഏത്, അങ്ങനെ വേണമെങ്കിൽ അത് ചോദിക്കാം. ജസ്റ്റ് പോയിന്റ്സുകൾ നമുക്ക് അറിയാലോ, ആരുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് നോക്കിയാൽ മതി, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ആ ടേബിൾ ആണ്, അവിടെ എഴുതി വെച്ചോ കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് എഴുതി വെച്ചോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഇതിന് ഷുവർ ആയിരിക്കും. ഓരോ ഗ്യാസുകളും അതിന്റെ കളർ കോഡുകൾ. കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ഐസോ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ അതിന്റെ നമ്മൾ കളർ കോഡാ പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു പോയതാണ്, ഞാൻ പറഞ്ഞില്ലേ അടുത്ത 2 പേജ് കഴിയുമ്പോൾ അപ്പുറത്ത് ബോക്സിൽ ഉണ്ടെന്ന്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അവിടെ ഒന്ന് നോട്ട് ചെയ്തിടുക കേട്ടോ. ഓക്സിജന്റെ കളർ കോഡ് വൈറ്റ് ആണ്. നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ ആണ്. മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സക്ഷൻ യെല്ലോ കളറാണ്. നൈട്രജൻ ബ്ലാക്ക് കളറാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളർ. ഓക്കെ, അതിന്റെ കളർ കോഡുകൾ നോക്കാം. ഗ്യാസസ് കളർ കോഡ്. അതിന് വേറെ ഒന്നും ഇല്ലല്ലോ, ഡീറ്റെയിൽ ഒന്നും വേണ്ട. അത് ഓരോ ഗ്യാസുകളും അതിന്റെ കളർ കോഡും ആണ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഇപ്പൊ വാട്ട് ഇസ് ദ കളർ കോഡ് ഓഫ് ഓക്സിജൻ സിലിണ്ടർ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ കളർ കോഡ് ഓഫ് നൈട്രജൻ, അങ്ങനെ മാത്രവും തരാം. അതിന്റെ കളർ ഏതാണെന്നുള്ളത് നോക്കി വെക്കാം. ഓക്സിജൻ വൈറ്റ്, നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ, മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സക്ഷൻ യെല്ലോ, നൈട്രജൻ ബ്ലാക്ക്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളർ. ഓക്കെ, ആ ടേബിൾ ക്ലിയർ അല്ലേ? എക്സ്ട്രാ ആയിട്ടൊന്നും വേറെ ഒന്നും പറയാനില്ല. ടേബിൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. ഇനി അടുത്തത്
Safe practices when working with the compressed gases. കംപ്രസ്ഡ് ഗ്യാസ്, ഈ ഗ്യാസുകളൊക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ അത് നമുക്കുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മളത് ഹാൻഡിൽ ചെയ്യണം? നമ്മൾ സേഫ് ആയിട്ട് നമുക്ക് വേറെ അപകടമൊന്നും വരുത്താതെ ഈ കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സുരക്ഷിതമായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണ്? അപ്പൊ അതിനകത്ത് ഓരോന്നും തിരിച്ചു പറയുന്നത് ഉണ്ട്. ഫസ്റ്റ് നോക്കിയേ, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്. അതിന്റെ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ അടുത്തതാണ് അതിന്റെ ഓരോ സബ് ഹെഡിങ് ആയിട്ടാണ് കേട്ടോ. ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്ക്, നമ്മളത് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ചെക്കുകൾ എന്താ, അത് സേഫ്റ്റി കാര്യങ്ങള്. പിന്നെ അത് ഹാൻഡ്ലിങ് ആൻഡ് യൂസ്, കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ് പ്രാക്ടീസുകൾ എന്തൊക്കെയാണ്? ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിങ്, അത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഉയർത്തോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഗ്യാസുകൾ നമ്മൾ ഉയർത്തുമ്പോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ് പ്രാക്ടീസ് എന്തൊക്കെയാണ്? പിന്നെ അടുത്ത വേറെ തന്നിട്ടുണ്ട് സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇനി അടുത്ത ഒരു സെക്ഷനിൽ വരുന്നത്. ഇതൊക്കെ കോമൺ ആയിട്ടൊക്കെ ഇതുപോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പോയിന്റ് ഔട്ട് ചെയ്ത്. നിങ്ങൾ വീട്ടിലാണെങ്കിലും നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കൂലേ? നമ്മൾ സേഫ് ആയിട്ട് അല്ലെ നമ്മൾ ശ്രദ്ധിക്കൂലേ? ഗ്യാസ് ഒക്കെ ഗ്യാസ് ആണെങ്കിലും റെഗുലേറ്റർ ഒക്കെ ആണെങ്കിലും നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലോസ് ചെയ്തിടും അല്ലെ? നമ്മളോട് പറയും, അഥവാ എന്താ ഗ്യാസ് സ്റ്റവ് മാത്രം ഓഫ് ചെയ്യാതെ നമ്മൾ ആ റെഗുലേറ്റർ കൂടി ഇപ്പൊ ഓഫ് ചെയ്തിടും. നമ്മളിപ്പോ എവിടെയെങ്കിലും ഒക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യും അല്ലെ? ഗ്യാസ് ഓഫ് അല്ലേനൊക്കെ എല്ലാവരും ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ടൊക്കെ അല്ലേ പോകുന്നേ? ഇതുമായിട്ട് നമ്മൾ ഈ ഒരു ഗ്യാസുമായിട്ടൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സുരക്ഷിതമായിട്ടുള്ള രീതികളും നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ചൊക്കെയാണ്. ഇത് ഹൈലി ഫ്ലെയിമബിൾ ആണ്. ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റവൊക്കെ ആണെങ്കിലും നമ്മൾ അറിയാതെ എങ്ങനെ മറന്നുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്പം തന്നെ അതിന്റെ ആ ഒരു ഗ്യാസ് സ്മെല്ല് വരും അല്ലേ? അതിന്റെ പെട്ടെന്ന് തന്നെ നമ്മളൊക്കെ അതൊക്കെ സൂക്ഷിക്കണം. അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്. കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, കണ്ടന്റ് തിരിച്ചറിയണം. കണ്ടന്റ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട്ലി റിക്കഗ്നൈസ്ഡ്. ഡിസ്റ്റിങ്ക്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായി ആ ഗ്യാസ് സിലിണ്ടറിലെ കണ്ടന്റ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, റിക്കഗ്നൈസ് ചെയ്ത് തിരിച്ചറിയണം. ഏതാണ്, ഏത് ഗ്യാസ് ആണ് അല്ലെങ്കിൽ അതെന്താണെന്നൊക്കെ ഉള്ളത്, ആ കണ്ടന്റ്, അതിലെ കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായി റിക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. ഒന്നാമത്തെ. രണ്ടാമത്തെ നോക്കിയേ, കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. സിലിണ്ടർ കളേഴ്സ് differ from supplier to supplier. ഓക്കെ, ഇനി കളർ കോഡിങ്. അപ്പൊ നമ്മൾ ഓരോ ഗ്യാസുകളും അതിന്റെ കളർ കോഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ കളർ കോഡ് എന്ന് പറയുന്നത് എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. നമുക്കത് തിരിച്ചറിയാനുള്ള ഒരു വിശ്വസനീയമായിട്ടുള്ള മാർഗമല്ല. എപ്പോഴും നമുക്ക് 100% നമുക്കത് എന്താ കളർ കോഡ് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ഇറ്റ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. അത് ആ ഗ്യാസ് അതിന്റെ തിരിച്ചറിയാനുള്ള ഒരു വിശ്വസനീയമായ മാർഗമല്ല ശരിക്കും കളർ കോഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? കളർ സിലിണ്ടേഴ്സ് കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. ചിലപ്പോൾ നമുക്ക് സപ്ലയർ മാറുന്നതിനനുസരിച്ച് ആ എന്താ കളറ് വ്യത്യാസപ്പെടാന്ന്. ചിലപ്പോൾ 100% നമുക്ക് പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. സപ്ലയറുകൾ മാറുന്നതിനനുസരിച്ച് ആ സിലിണ്ടറിന്റെ കളറ് വ്യത്യാസപ്പെടാം. അപ്പൊ സിലിണ്ടറിന്റെ കളറ് മാത്രം നമുക്ക് അത് എന്താ പറയാ, അത് നമുക്ക് ആ ഒരു അത് തിരിച്ചറിയാൻ, നമ്മൾ ആ ഗ്യാസ് ഒക്കെ തിരിച്ചറിയാനുള്ള പൂർണ്ണമായിട്ടും അതാട്ടോ 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മാർഗമല്ല ഈ കളർ കോഡിംഗ് എന്ന് പറയുന്നത്.
Okay, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. സപ്ലയർ മാറുന്നതിനനുസരിച്ച് സിലിണ്ടറിന്റെ കളറ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി മൂന്നാമത്തെ നോക്കിയേ, ഡു നോട്ട് ഡിസ്ഫിഗേഴ്സ് ഓർ റിമൂവ് എനി മാർക്കിംഗ്, ടാഗ് ഓർ സ്റ്റെൻസിൽ മാർക്ക്. കേട്ടിട്ടുണ്ടോ സ്റ്റെൻസിൽ മാർക്ക് എന്ന് വെച്ചാൽ ചില അക്ഷരത്തിന്റെ രീതിയിലോ അല്ലെങ്കിൽ ചില ചിഹ്നങ്ങളുടെ രീതിയിലൊക്കെ ഉള്ള എന്തെങ്കിലും മാർക്കുകൾ ഉണ്ടാവും ആ സിലിണ്ടറിൽ. ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ കണ്ടന്റ് അറ്റാച്ച്ഡ് ബൈ ദ ഗ്യാസ് വെൻഡേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മളോട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞേക്കുന്നേ, ഡു നോട്ട് ഡിസ്ഫിഗേഴ്സ് ഓർ റിമൂവ്. നമ്മളോട് റിമൂവ് ചെയ്യാൻ പാടില്ല. എന്താ, ആ സിലിണ്ടറിൽ എന്തെങ്കിലും മാർക്കുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെൻസിൽ മാർക്ക്. സ്റ്റെൻസിൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ അക്ഷരത്തിന്റെ രീതിയിൽ അല്ലെ ചിഹ്നങ്ങളുടെ രീതിയിലുള്ള മാർക്കുകൾ, അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് റിമൂവ് ചെയ്യാൻ പാടില്ല. Used for marks used for identification of the content attached by the gas vendors. അതെന്താ, ഗ്യാസ് വെൻഡേഴ്സ് ആ ഗ്യാസിന്റെ കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ചിലപ്പോൾ വല്ല അടയാളങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടാഗുകൾ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റെൻസിൽ മാർക്കുകൾ കൊടുക്കാം. അപ്പൊ അത് നമ്മൾ റിമൂവ് ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ നമുക്ക് അതിനകത്ത് ഗ്യാസ് കണ്ടന്റ് ഏതാണെന്ന് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇത്രയുള്ള ഗ്യാസ് കണ്ടൻസ് അതിനകത്ത് ഗ്യാസ് കണ്ടന്റ് മനസ്സിലാക്കാനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മാർക്കുകളോ ടാഗുകളോ സ്റ്റെൻസിൽ മാർക്കുകളോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡു നോട്ട് റിമൂവ്. നമ്മൾ റിമൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് എന്താ, സിലിണ്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഹാവ് എ clearly written, stamped or stenciled identification of the content should not be used, and the gas vendors should be contacted for removal. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ, സിലിണ്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഹാവ് എ ക്ലിയർലി റിട്ടൺ, ക്ലിയർ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടില്ലാത്തത്, സ്റ്റാമ്പ്ഡ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്യാത്തത്, എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മാർക്കുകളൊക്കെ കൊടുക്കാത്തത്, ഓർ സ്റ്റെൻസിൽഡ്, സ്റ്റാമ്പ്ഡ് ഓർ സ്റ്റെൻസിൽ മാർക്കുകളൊക്കെ ഉള്ളത്. അങ്ങനെ അത് ക്ലിയർ അല്ലെങ്കിൽ ചിലപ്പോൾ മാഞ്ഞു പോയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അതാ എന്തിനു വേണ്ടിയാ, ഗ്യാസ് കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഈ എഴുതിയിട്ടുള്ളത് കാര്യങ്ങള്, സ്റ്റാമ്പ് ചെയ്തേക്കണം അല്ലെങ്കിൽ സ്റ്റെൻസിൽ മാർക്കുകള് അത് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷുഡ് നോട്ട് ബി യൂസ്ഡ്. നമുക്ക് അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആൻഡ് ദ ഗ്യാസ് വെൻഡേഴ്സ് ഷുഡ് ബി കോണ്ടാക്റ്റഡ് ഫോർ റിമൂവൽ. അത് മാറ്റാൻ ഗ്യാസ് വെൻഡേഴ്സിനോട് എന്ത് ചെയ്യണം, നമ്മൾ കോണ്ടാക്ട് ചെയ്യണം. അത് ക്ലിയർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പില്ല അതിന്റെ കണ്ടന്റ് ഏതാണ് അല്ലെങ്കിൽ ഏതാണെന്നുള്ളതും നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഗ്യാസ് വെൻഡേഴ്സിനെ വിളിച്ചിട്ട് എന്ത് പറയണം, ഇതിനകത്ത് ക്ലിയർ അല്ല, അപ്പൊ അതുകൊണ്ട് മാറ്റി വേറെ തരാനായിട്ട് പറയണം. And the gas vendors should be contacted for removal. അത് മാറ്റാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെൻഡേഴ്സിനോട്, വെൻഡർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ മീനിങ്ങാണ്, ആ ഗ്യാസ് വെൻഡേഴ്സിനോട് എന്ത് ചെയ്യണം, കോണ്ടാക്ട് ചെയ്യണം, എന്നിട്ട് അത് റിമൂവ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ക്ലിയർ ആയിട്ട് നമ്മളിപ്പോ പല കാര്യങ്ങളും നമ്മൾ ഇതുപോലെ വാങ്ങുമ്പോൾ നമ്മൾ അതിനകത്തൊക്കെ ഉള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ, നമുക്ക് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ അത് മാറ്റി നമുക്ക് വേറെ നമുക്ക് മേടിക്കാം. അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും മാഞ്ഞു പോവോ, ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് മാറ്റി വേറെ നമ്മൾ അത് ഉപയോഗിക്കണം. ഇനി അടുത്തത് നോക്കിയേ, റീഡ് ദ MSDS. അതിന്റെ ഒന്ന് എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചത് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ ഇത്രയും എക്സാം ഒക്കെ എഴുതിയ കുട്ടികളാണ്. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ വൈസ് ഒക്കെ എക്സാം ഒക്കെ ഓൾറെഡി കഴിഞ്ഞതല്ലേ, അറിയാം. അതിനകത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്, നമുക്ക് എക്സ്പാൻഡഡ് ഫോം. ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം എന്തായാലും ഉണ്ടാവും. 2-3 എന്തായാലും എക്സാമിന് ഉണ്ടാവും. ഇതൊന്ന് നോട്ട് ചെയ്തേക്കാം. MSDS എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ അങ്ങ് എഴുതിയാൽ മതി. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി data, DATA, data sheet, MSDS. So read the MSDS and labels for all the
മെറ്റീരിയൽസ് യു വർക്ക് വിത്ത്. നമ്മളപ്പോ എന്താ പറഞ്ഞേക്കുന്നത്, ഇതിനകത്ത് നമ്മള് ഈ മെറ്റീരിയൽസുമായിട്ട് നമ്മളത് പ്രവർത്തിക്കുമ്പോൾ എല്ലാ മെറ്റീരിയലും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽക്കുമുള്ള ആ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, വായിക്കണം. നമ്മളിപ്പോ അങ്ങനെ ഓരോ ഇത് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുമല്ലോ, നമ്മൾ പുതിയ ഇതൊക്കെ വാങ്ങുമ്പോൾ അല്ലെ, നമ്മളൊരു സ്റ്റവ് വാങ്ങിച്ചു കഴിഞ്ഞാല്, നമ്മൾ മിക്സി വാങ്ങിച്ചു കഴിഞ്ഞാല് അല്ലെ, ഫ്രിഡ്ജ് വാങ്ങിച്ചു കഴിഞ്ഞാലൊക്കെ അതിനകത്തും ഇതുപോലെ ഒരു ഷീറ്റ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് അല്ലെ. അതൊക്കെ നമ്മൾ വായിച്ച് എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെയുള്ളതാണ് MSDS, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അത് നമ്മൾ വായിക്കണം. നമ്മൾ ആ മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, MSDS ആ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് നമ്മൾ വായിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് എഴുതിയേക്കുന്ന ലേബലുകളും. Read the MSDS and labels for all of the materials you work with. നമ്മൾ മെറ്റീരിയൽ ആയിട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ നമ്മൾ ആ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ വായിക്കണം, അതുപോലെ ലേബലുകളും ഒക്കെ വായിക്കണം. അത്രയാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ കണ്ടന്റ്. കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഗ്യാസ് സിലിണ്ടറിലെ കണ്ടന്റ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പിന്നെ കളർ കോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മാർഗമല്ല. അതായത് സപ്ലയറുകൾ മാറുന്നതിന്റെ അനുസരിച്ച് ആ കളർ കോഡ് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ അടുത്തത് നമ്മൾ എന്തെങ്കിലും മാർക്കുകളോ അല്ലെങ്കിൽ ടാഗുകളോ സ്റ്റെൻസിൽ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് മാറ്റാൻ പാടില്ല, റിമൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് ആ ഗ്യാസ് സിലിണ്ടേഴ്സ്, ആ ഗ്യാസ് വെൻഡേഴ്സ് ആ കണ്ടന്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് മാർക്കുകളൊക്കെ. അപ്പൊ അത് നമ്മൾ ആദ്യം തന്നെ നമ്മളത് റിമൂവ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് അത് എഴുതിയിട്ട് നമുക്ക് തെളിഞ്ഞില്ലെങ്കിലോ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതിയതല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെൻസിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആ ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ വെൻഡേഴ്സിനെ വിളിച്ച് അപ്പൊ തന്നെ അത് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽസുമായിട്ട് നമ്മൾ അത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ വായിക്കുകയും അതുപോലെ ലേബലും ഒക്കെ വായിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്ക്. ഇനി നമ്മൾ അത് പ്രവർത്തിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സേഫ്റ്റി ചെക്കുകൾ, സുരക്ഷാ പരിശോധന എന്തൊക്കെയാണ്? പ്രവർത്തന സുരക്ഷാ പരിശോധന. നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്തൊക്കെ സുരക്ഷാ കാര്യങ്ങൾ നോക്കണം? ഫസ്റ്റത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്, സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. സിലിണ്ടേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം, സെക്യൂർ ആയിരിക്കണം. എങ്ങനെയാ, സുരക്ഷിതമായിരിക്കണം. സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. സിലിണ്ടേഴ്സ് എപ്പോഴും സുരക്ഷിതമായിരിക്കണം. സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. സിലിണ്ടർ എപ്പോഴും എങ്ങനെയാണ്, സെക്യൂർ ആയിരിക്കണം, സുരക്ഷിതമായിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ, നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ് ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് ടു എ റെഗുലേറ്റർ ഓർ ടു എക്യുപ്മെന്റ്. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മളോട് എന്താ പറഞ്ഞേക്കണേ, നമ്മൾ സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന്. നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ് ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് to the regulator or equipment. ആ റെഗുലേറ്ററിലോ അല്ലെങ്കിൽ ആ എക്യുപ്മെന്റിലൊക്കെ നമ്മൾ അത് ഘടിപ്പിച്ചിരിക്കുമ്പോൾ ലിങ്ക് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ സിലിണ്ടർ വാൽവ്സ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ പറഞ്ഞേക്കണേ, ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് ടു എ റെഗുലേറ്റർ ഓർ എക്യുപ്മെന്റ്. ഒരു റെഗുലേറ്ററിലെയോ അല്ലെങ്കിൽ എക്യുപ്മെന്റിലേക്കോ ആ സിലിണ്ടർ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഓക്കെ, നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ് എപ്പോഴാ, ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് ടു എ റെഗുലേറ്റർ ഓർ എക്യുപ്മെന്റ്. റെഗുലേറ്ററിലോ അല്ലെങ്കിൽ എക്യുപ്മെന്റിലേക്കോ ആ സിലിണ്ടർ കണക്ട് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ലീക്ക് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്തിൻ എ നേക്കഡ് ഫ്ലെയിം. ഇനി അതിനകത്ത് എന്തെങ്കിലും ലീക്ക് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം, നമ്മൾ നേക്കഡ് ഫ്ലെയിമില് നമ്മൾ ചെക്ക് ചെയ്യാൻ പാടില്ല. ഫ്ലെയിമിലൊന്നും അത് നമ്മൾ നേക്കഡ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പാടില്ല, ടെസ്റ്റ് ചെയ്യാൻ പാടില്ല.
Leak should never be tested. നമ്മൾ ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ പാടില്ല with a naked flame. ഇനി അടുത്ത് നോക്കിയേ, തേർഡ് പോയിന്റ്, open and close valve using only reasonable force. കണ്ടോ, നമ്മള് വാൽവ് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയാ, ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ വലിയ ഇതിനകത്തൊന്നും നമ്മൾ ബലം പിടിച്ച് ഒത്തിരി ബലം കൊടുത്തിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് ഗ്യാസിന്റെ ആണെങ്കിലും നമ്മള് വാൽവ് ഒക്കെ ക്ലോസ് ചെയ്യണതൊക്കെ ഒരു ന്യായമായിട്ടുള്ള ഒരു ഫോഴ്സിലല്ലേ, അല്ലെ? അല്ല നമ്മുടെ ഉള്ള ശക്തി മുഴുവനും കൊടുത്ത് നമ്മൾ ആ വാൽവില് പ്രയോഗിക്കില്ലല്ലോ. ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? ആ വാൽവുകൾ ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവ് കീ ആന്റി ക്ലോക്ക് വൈസ്. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോഴെങ്ങനെയാ, ഓപ്പൺ ചെയ്യുമ്പോ എങ്ങനെ വേണം, വീൽ open by turning the hand wheel or cylinder valve key എങ്ങനെയാ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് നമ്മൾ എങ്ങനെയാ സിലിണ്ടർ ഓപ്പൺ ചെയ്യണേ, ഗ്യാസ് എങ്ങനെയാ നമ്മൾ കത്തിക്കുന്നേ, എങ്ങനെയാ ഗ്യാസ് കത്തിക്കണേ, എങ്ങനെയാ, എല്ലാവരും വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാ. ഗ്യാസ് കത്തിക്കണേ എങ്ങനെയാ, എങ്ങോട്ട് തിരിച്ചിട്ടാ, റൈറ്റിട്ടാണോ ലെഫ്റ്റിട്ടാണോ, ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസിലാണോ ഗ്യാസ് കത്തിക്കുന്നത്? ഏത് ഡയറക്ഷനിലാ ഗ്യാസ് കത്തിക്കുന്നത്? അങ്ങോട്ട് തിരിച്ചിട്ടോ, റൈറ്റിലേക്കാണോ? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ, തിരിച്ചിട്ടല്ലേ? ഓക്കെ, ലെഫ്റ്റിലേക്കല്ലേ? ഇന്നൊന്ന് കത്തിച്ചു നോക്കട്ടോ ഗ്യാസ്, ഒന്ന് ശ്രദ്ധിച്ച് കത്തിച്ചു നോക്കിയേ, നമ്മൾ എങ്ങോട്ടാ തിരിക്കണേന്ന് അറിയാം നമുക്ക്, അല്ലെ? നമ്മൾ ലെഫ്റ്റിലേക്ക് ഇത് തിരിച്ചിട്ടല്ലേ നമ്മൾ ലൈറ്റർ എടുത്ത് കത്തിക്കുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കി, ഓപ്പൺ ചെയ്യണത് എങ്ങനെയാ, open by turning the hand wheel or cylinder valve key anti-clockwise. Anti-clockwise-ലായിരിക്കണം. നമ്മൾ ക്ലോക്ക് എങ്ങനെ പോണേ, ക്ലോക്ക് റൈറ്റിലേക്കല്ല ഇങ്ങനെ കറങ്ങുന്നത്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിച്ച്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇടത്തേക്ക് ഇങ്ങനെ, അല്ലെ, ഇങ്ങനെ തിരിച്ചിട്ടല്ലേ? ആന്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവ് കീ നമ്മളത് ക്ലോസ് ചെയ്യുമ്പോഴെങ്ങനെയാണ്, എങ്ങനെയായിരിക്കണം, ക്ലോക്ക് വൈസിൽ. അടയ്ക്കുമ്പോ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുമ്പോ റൈറ്റിലേക്ക് തിരിച്ചിട്ടല്ലേ ഓഫ് ചെയ്യണേ, അല്ലെ? ഗ്യാസ് ഓഫ് ചെയ്യുമ്പോ നമ്മൾ പാചകമൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ റെഡി ആയി കഴിയുമ്പോ ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ വലത്തേക്കാണ്. അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, ഓപ്പൺ ചെയ്യണമെങ്കിൽ സിലിണ്ടർ വാൽവ് കീ ഏത് ഡയറക്ഷനിലാണ് തിരിക്കേണ്ടത്? ഏതാണ്? ഓപ്പൺ ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ്, ഇനി അത് ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം. അത് രണ്ടൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യണവരല്ലേ, അപ്പൊ നമുക്കത് അറിയാം. നമ്മള് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആന്റി ക്ലോക്ക് വൈസും, നമ്മൾ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആയിരിക്കും. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പ്രാവശ്യം എക്സാമിന് അത് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ട്, ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ കീ ബൈ ഡാഷ് ഡയറക്ഷൻ, ഏതാ, ആന്റി ക്ലോക്ക് വൈസ്. ഈ ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അങ്ങനെ ഓർത്താൽ അറിയില്ലോ, ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയാ, ക്ലോക്ക് വൈസ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇനി ഒരു കൂടെ ഉണ്ട്, നാലാമത്തെ പോയിന്റ്, ദ സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്. ഇത് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ എപ്പോഴും സേഫ് ആയിരിക്കണം, സുരക്ഷിതമായിരിക്കണം. വെൽ വെന്റിലേറ്റഡ്, നല്ല വെന്റിലേഷൻ വേണം. ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം, എല്ലാ സമയത്തും ക്ലീൻ ആയിരിക്കണം കേട്ടോ. സ്റ്റോറേജ് ഏരിയ ഒക്കെ എങ്ങനെയായിരിക്കണം? സേഫ്, വെൽ വെന്റിലേറ്റഡ് ആൻഡ് ക്ലീൻ. അണ്ടർലൈൻ ചെയ്തിട്ടെ, സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്, വെൽ വെന്റിലേറ്റഡ് ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം. എല്ലാ സമയത്തും സേഫ് ആയിരിക്കണം, നല്ല വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. Okay, next the ground surface should be fairly level and firm. Firm എന്ന് വെച്ചാൽ preferably concrete that allow you for easy trolley access. ഇനി ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം? ഇപ്പൊ സിലിണ്ടർ ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്ന ആ ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം? The ground surface should be fairly level. ചില സാമാന്യ നിരപ്പായിരിക്കണം. ഫെയർലി സമനിരപ്പായിരിക്കണം. നമ്മൾ പൊങ്ങിയതാണ് കൊണ്ടും കുഴിയൊന്നും ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയായിരിക്കണം? ഗ്രൗണ്ട് സർഫസ് എങ്ങനെയായിരിക്കും? സാമാന്യ നിരപ്പിലായിരിക്കണം. ആൻഡ് ഫേം, ഫേം എന്ന് വെച്ചാൽ ഉറപ്പ് വേണം, നല്ല ദൃഢമായിരിക്കണം എന്ന്.
ഏറ്റവും അനുയോജ്യം കോൺക്രീറ്റ് ആണ് ഗ്രൗണ്ടിന്. ആൻഡ് ഫേം that allow for easy trolley access. അത് എന്തിനു വേണ്ടിയിട്ടാ? ഈസി ആയിട്ട് ട്രോളി ആക്സസ് പോകുന്ന രീതിയിൽ നമ്മൾ നല്ല നിരപ്പിലും നല്ല ഉറപ്പുമുള്ളതായിരിക്കണം ഗ്രൗണ്ട് സർഫസ്. ഓക്കെ, ട്രോളിയൊക്കെ കൊണ്ടുപോകണ്ടേ, ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ആ ഗ്രൗണ്ട് സർഫസ് നിരപ്പായിരിക്കണം, അതുപോലെ നല്ല ഉറപ്പുള്ളതും ആയിരിക്കണം. ഏറ്റവും അനുയോജ്യം കോൺക്രീറ്റ് ആണ്. പ്രിഫറബിളി അനുയോജ്യമായത് കോൺക്രീറ്റ് ആണ്. അപ്പൊ ഇത്രയാണ് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സിൽ വരുന്നത്. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിലൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ ആദ്യത്തെ സെക്ഷനിലൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഓരോ ഇതിന് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകൾ ഏതാന്ന് അതിൽ നിന്ന് എന്തായാലും ആ ഒരു സെക്ഷനിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ കളർ കോഡ്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മളൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ഓക്കെ, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചത്. എല്ലാ പോയിന്റ്സ് ഒന്നും ബൈഹാർട്ടൊന്നും ചെയ്ത് പഠിക്കണ്ട, നിങ്ങൾ അതൊന്ന് 2-3 പ്രാവശ്യം വായിക്കാം. അപ്പൊ നമ്മൾ സിലിണ്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ പ്രവർത്തന സുരക്ഷ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. സിലിണ്ടർ എപ്പോഴും നല്ല സുരക്ഷിതമായിരിക്കണം. പിന്നെ സിലിണ്ടർ വാൽവ് നമ്മള് ഇങ്ങനെയാ ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ. ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ നോട്ട് സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് ടു എ റെഗുലേറ്റർ ഓർ എക്യുപ്മെന്റ്. റെഗുലേറ്ററിലേക്കോ അല്ലെങ്കിൽ എക്യുപ്മെന്റിലേക്കോ ആ സിലിണ്ടർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല, നേക്കഡ് ഫ്ലെയിമിൽ ഒരിക്കലും അത് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ വാൽവിന്റെ കാര്യം പറഞ്ഞത്, വാൽവ് ഓപ്പൺ ചെയ്യണമെങ്കിൽ സിലിണ്ടർ വാൽവ് കീ എങ്ങോട്ടായിരിക്കണം? ആന്റി ക്ലോക്ക് വൈസിലായിരിക്കണം. ഇനി ക്ലോസ് ചെയ്യണമെങ്കിൽ സിലിണ്ടർ വാൽവ് കീ എങ്ങോട്ട് തിരിക്കണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം. പിന്നെ അടുത്തത് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് സ്റ്റോറേജ് ഏരിയ ആണ്. സ്റ്റോറേജ് ഏരിയ നല്ല സേഫ് ആയിരിക്കണം, വെൽ വെന്റിലേറ്റഡ്, നല്ല വെന്റിലേഷൻ വേണം, ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം, എല്ലാ സമയത്തും എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. ഇനി അടുത്ത് നോക്കിയ നെക്സ്റ്റ് വൺ, ദ ഗ്രൗണ്ട് സർഫസ് ഷുഡ് ബി, ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞേക്കുന്നേ? നല്ല നിരപ്പായിരിക്കണം, നല്ല ഉറപ്പുള്ളതായിരിക്കണം. ആൻഡ് അലോ ഫോർ ഈസി ട്രോളി പേ. എന്തിനു വേണ്ടിയാ? ആ ട്രോളി പേ നമുക്ക് ഈസി ആയിട്ട് അവിടെ പോകുന്നതിന് വേണ്ടിയിട്ട്, അലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗണ്ട് എപ്പോഴും നല്ല ലെവലായിരിക്കണം, നല്ല ഉറപ്പുള്ളതായിരിക്കണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സിൽ വരുന്നത്. ഇനി അടുത്തതാണ് ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. ഇനി നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ഗ്യാസ് സിലിണ്ടേഴ്സ് ബോറടിക്കണ്ടോ? വേറൊന്നും എക്സ്ട്രാ ഇല്ല അല്ലെ? നമ്മൾ ഈ പോയിന്റ്സ് മാത്രം പറഞ്ഞ അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നേ. ബോറടിക്കണ്ടോ? നോ. ഓക്കെ, കുറച്ചു നേരം കൂടി ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ എഴുതി വെച്ചേക്കണേന്ന്. നോക്കിയേ, ഹാൻഡിലിംഗ് ആൻഡ് യൂസ്. ഇനി നമ്മളത് കൈകാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നോക്കിയേ, gas cylinders should always be secured in a vertical position. കണ്ടോ, ഗ്യാസ് സിലിണ്ടർ ഏത് പൊസിഷനിൽ വെക്കണം? വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കണം. അങ്ങനെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. നേരെ വെക്കണം. നമ്മൾ മറച്ചിട്ടോ അത് ചെരിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല. ഗ്യാസ് സിലിണ്ടേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. If not specifically designed to be used otherwise. ഒരു കാര്യം അവിടെ പറയണ്ട കേട്ടോ. എന്താ? വേറെ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെ പറയണ്ട, മറ്റൊരു വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പ്രത്യേകമായിട്ട് അവിടെ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിൽ വേണം ഉപയോഗിക്കാൻ. ഇനിയിപ്പോ നമ്മൾ വേറെ രീതിയിൽ, ചെരിഞ്ഞ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് അത് ഡിസൈൻ ചെയ്താൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ തലകുത്തി വെക്കുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അങ്ങനെ വേറെ രീതിയിൽ നോർമലി നമ്മള് ഗ്യാസ് സിലിണ്ടർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ലീക്കാവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ് ഒക്കെ, റിസ്കുകൾ നമ്മൾ എടുക്കണ്ടല്ലോ അല്ലെ? പൊതുവെ നമ്മൾ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകളാണ് അല്ലെ? നമ്മളെല്ലാവരും അങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മള് എന്താ പറയാ, നമ്മൾ അപകടമൊക്കെ വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും അല്ലെ? വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നമ്മള് ഗ്യാസിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി ശ്രദ്ധിച്ച് തന്നെ ചെയ്യും അല്ലെ?
അതുപോലെ നമ്മൾ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തതിന്റെ പേരിൽ എന്താ പറയാ, അത് എപ്പോഴും എങ്ങനെയായിരിക്കണം ഉപയോഗിക്കേണ്ടത്, വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. Okay, gas cylinders should always be used in a vertical position. Vertical position നേരെ കുത്തനെ ആയിരിക്കണം നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. ഇനി അവിടെ ഒരു കാര്യം അവർ പറയുന്നുണ്ട്, if not specifically designed to be used otherwise. മറ്റൊരു രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ നമ്മൾ നേരെ തന്നെ ഉപയോഗിക്കണം. അടുത്ത നോക്കിയേ, gas cylinders should always be safely regulated to prevent them falling over. അടുത്ത കണ്ടോ എന്താ പറഞ്ഞേക്കുന്നേ, ഗ്യാസ് സിലിണ്ടർ ഷുഡ് ഓൾവേസ് ബി സേഫ്ലി റെഗുലേറ്റഡ് ടു പ്രിവെന്റ് ദം ഫോളിങ്. അത് തടയുന്നതിന് വേണ്ടിയിട്ട്, താഴെ വീഴുന്നതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസ് സിലിണ്ടേഴ്സ് എപ്പോഴും ഇങ്ങനെ സുരക്ഷിതമായ രീതിയിൽ നല്ല നിയന്ത്രിച്ച് വെക്കണം എന്ന്. ബി സേഫ്ലി റെഗുലേറ്റഡ്. റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിയന്ത്രിക്കുക. ഗ്യാസ് സിലിണ്ടേഴ്സ് നമ്മൾ എപ്പോഴും ശരിയായ രീതിയിൽ, നമ്മൾ സുരക്ഷിതമായ രീതിയിൽ നിയന്ത്രിക്കണം. എന്തിനാ, ടു പ്രിവെന്റ് ദം ഫോളിങ് ഓവർ. അത് മറിഞ്ഞു വീഴാതെ ഒക്കെ നമ്മൾ അത് സേഫ് ആയിട്ട് നിയന്ത്രിക്കണം. ഓക്കെ, തടയുന്നതിന് വേണ്ടിയിട്ട് ട്ടോ, ടു പ്രിവെന്റ് ദം ഫോളിങ് ഓവർ. അത് താഴെ വീഴുന്നതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട്, പ്രിവെന്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, prevent them falling over. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് ടു എ ട്രോളി വേ വെൻ ബി ഷിഫ്റ്റഡ്. സിലിണ്ടർ എങ്ങനെയായിരിക്കണം, എപ്പോഴും ആ ട്രോളിയില് സെക്യൂർ ആയിരിക്കണം. വെൻ ബീങ് ഷിഫ്റ്റഡ്, നമ്മൾ ഈ സിലിണ്ടറുകൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ആ ട്രോളിയില് എപ്പോഴും സുരക്ഷിതമായിരിക്കണം. എന്നുവെച്ചാൽ ട്രോളിയിലൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഉരുണ്ടൊന്നും താഴെയൊന്നും വീഴാത്ത രീതിയിലൊക്കെ ട്രോളിയിൽ എപ്പോഴും സെക്യൂർ ആയിരിക്കണം. എന്നുവെച്ചാൽ വീഴാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ടൊക്കെ അടക്കി അറേഞ്ച് ചെയ്തിട്ട് വേണം കൊണ്ടുപോവാൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. ഇനി ഓരോരുത്തരും മുകളിലൊക്കെ കയറ്റി വെച്ച് അത് മറയുന്ന രീതിയിലൊന്നും കൊണ്ടുപോകരുത്. സിലിണ്ടർ ഒക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ട്രോളിയിൽ അത് സെക്യൂർ ആയിരിക്കണം, സുരക്ഷിതമായിരിക്കണം, അല്ലെങ്കിൽ അത് ഉറപ്പിച്ചിരിക്കണം. ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് ദ സിലിണ്ടർ ഓർ ഗ്യാസ് ഇൻ ദ റൈറ്റ് വൺ ഫോർ ദ ഇന്റൻഷണൽ യൂസ്. നമ്മൾ ഏതാണോ നമ്മുടെ യൂസ്, അതാണ് മേക്ക് ഷുവർ ദാറ്റ്. നമ്മൾ ഉറപ്പുവരുത്തണം the cylinder or gas in the right one for the intentional use. നമ്മുടെ ഉപയോഗത്തിന് ആ സിലിണ്ടർ ഗ്യാസ് ശരിയാണ്. നമുക്ക് ഏത് ഗ്യാസ് ആണ് നമുക്ക് ആവശ്യം, അപ്പൊ നമ്മുടെ ഉപയോഗത്തിന് ഏതാണോ റൈറ്റ് വൺ, ശരിയായത് ഏതാണോ അത് നമ്മൾ ഉറപ്പുവരുത്തണം. Okay, make sure that the cylinder or gas in the right one, നമ്മൾ എടുത്ത അല്ലെങ്കിൽ നമ്മുടെ യൂസിന് അത് ശരിയായതാണ് എന്ന് ആ സിലിണ്ടർ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഗ്യാസ് അത് ഉറപ്പുവരുത്തണം. ഓക്കെ, നമുക്കിപ്പോ ഏതാണ് വേണ്ടത് അത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി അടുത്ത sort out and obviously mark full and empty cylinders. ഫുൾ ആൻഡ് എംപ്റ്റി സിലിണ്ടേഴ്സ്. അപ്പൊ നമ്മൾ സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മളത് നമ്മൾ അടക്കി വെക്കാന്നുള്ളത്, സോർട്ട് ചെയ്യുക, സോർട്ട് ഔട്ട്. ആൻഡ് ഒബിയസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട്, ഒബിയസ്ലി വ്യക്തമായിട്ട്. അപ്പൊ വ്യക്തമായിട്ട് നമ്മൾ എന്താ, ഫുൾ സിലിണ്ടർ, എംപ്റ്റി സിലിണ്ടർ ഇതൊക്കെ മാർക്ക് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ, നമ്മൾ ചിലപ്പോ ആ പുറമേ നോക്കി അതിന്റെ ഉള്ളില് ഫുള്ള് സിലിണ്ടർ ആണോ എംപ്റ്റി സിലിണ്ടർ ആണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. എംപ്റ്റി ആയിട്ടുള്ളതാണ് ഫുൾ സിലിണ്ടർ ഒക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് അത് സോർട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഒരു സെക്ഷനില് എംപ്റ്റി സിലിണ്ടേഴ്സ് ഒക്കെ ഒരു സെക്ഷനില്, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ സിലിണ്ടേഴ്സ് ഒക്കെ വേറെ സെക്ഷനിൽ. അപ്പൊ നമുക്കത് വീണ്ടും റീപ്ലേസ് ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പൊ നമ്മൾ അത് എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ വ്യക്തമായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, ഫുള്ളും എംപ്റ്റി സിലിണ്ടറും വ്യക്തമായിട്ട് മാർക്ക് ചെയ്യണം, എന്നിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യണം. ഓക്കെ, ഫുൾ സിലിണ്ടറും എംപ്റ്റി സിലിണ്ടറും മാറിപ്പോരുത്. ഓക്കെ, അതിന് ഓരോന്നിനും വ്യക്തമായിട്ട് മാർക്ക് ചെയ്യണം. എത്ര പോയിന്റ് പറഞ്ഞു നമ്മൾ? 2, 4, 5 പോയിന്റാ പറഞ്ഞത്. അത്രയും 5 പോയിന്റ് ഒന്നുകൂടി പെട്ടെന്ന് നോക്കാം നമുക്ക്.
നമ്മള് ഗ്യാസ് സിലിണ്ടർ എപ്പോഴും ഏത് പൊസിഷനിൽ വെക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുമ്പോഴും അത് എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം. വേറെ രീതിയിൽ വെക്കാനായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം. പിന്നെ അടുത്ത നോക്കിയേ, ഗ്യാസ് സിലിണ്ടേഴ്സ് നമ്മൾ സേഫ് ആയിട്ട് നിയന്ത്രിക്കണം. നമ്മളത് താഴെയൊക്കെ വീഴാത്ത രീതിയിൽ സുരക്ഷിതമായിട്ട് അത് എന്ത് ചെയ്യണം, നമ്മൾ നിയന്ത്രിക്കണം. പിന്നെ അടുത്തത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ ഈ സിലിണ്ടർ ഒക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ട്രോളിയിൽ അതെപ്പോഴും സുരക്ഷിതമായിരിക്കണം, സെക്യൂർ ആയിരിക്കണം. പിന്നെ അടുത്തത് നാലാമത്തെ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ആ ഉപയോഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഉപയോഗത്തിന് ശരിയായതാണ് സിലിണ്ടർ അല്ലെങ്കിൽ ഗ്യാസ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തത് ഫുൾ ആയിട്ടുള്ളതും എംപ്റ്റി ആയിട്ടുള്ള സിലിണ്ടറുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യണം, അത് സോർട്ട് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇത്ര 5 പോയിന്റ്സ് ക്ലിയർ ആയല്ലോ. ഹാൻഡിലിംഗ് ആൻഡ് യൂസിലെ ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ നിങ്ങൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു കേട്ടോ. ഇനി നെക്സ്റ്റ് മാം അല്ല, ഞാൻ തന്നെയായിരിക്കും. അപ്പോ ഫുൾ ടൈം ഒന്നും വേണ്ട, നമുക്കൊരു 10-20 മിനിറ്റ് കൂടി അടുത്ത ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിങ്ങും പിന്നെ അടുത്തത് സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സ്. അത്ര മതി, ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അത്രയും കൂടി ആ ഒരു സെക്ഷനും കൂടി അങ്ങ് തീർന്നാൽ പിന്നെ ഒരു ക്ലാസ് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ആ ചാപ്റ്റർ അങ്ങ് കഴിയും കേട്ടോ. മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീരും. അപ്പൊ അതെല്ലാവരും ഒന്ന് പോയി ബ്രേക്ക് എടുക്കാം, ഒരു ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാം കേട്ടോ. ആരും പോകല്ലേ, ഇപ്പൊ ഞാൻ നോക്കണ്ട 28 പേരുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു 20 മിനിറ്റ് അല്ലേ. എന്തായാലും നമുക്ക് നിങ്ങളുടെ 2 മണിക്കൂർ ഇരിക്കണ്ടല്ലോ, ഒരു 20 മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആ ഒരു 2 ടോപ്പിക്കും കൂടി ഉള്ളൂ, അത്രയും എടുത്തിട്ട് നമുക്ക് ക്ലാസ് നിർത്താം കേട്ടോ. ഓക്കെ, എല്ലാവരും പോയിട്ട് വരില്ലേ? യെസ്. ഒന്ന് 2 പേരൊക്കെ സൗമ്യ, ഹരിതക, സുഹാന ഒക്കെ റിപ്ലൈ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത്തിരി വെള്ളം കുടിക്കും, നിങ്ങളൊന്ന് ഇത്തിരി വെള്ളം കുടിച്ച് ബ്രേക്ക് എടുത്തിട്ട് വാ. ഇപ്പൊ ഒരു 3-4 മിനിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞാൽ അതുകൂടി അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഓക്കെ, വേഗം വാട്ടോ.
ഓക്കെ, എത്തിയോ കുറച്ചു പേരൊക്കെ പോയിട്ട്? പഠിക്കാനൊക്കെ തുടങ്ങിയോ നിങ്ങള്? എക്സാമിന് റിവിഷനൊക്കെ തുടങ്ങിയോ? ആരും എത്തിയില്ലേ? യെസ്. ഇനി തേർഡും ഫോർത്തും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മോഡൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനുവേണ്ടി തേർഡും ഫോർത്തും പഠിക്കാൻ തുടങ്ങിയില്ല, കുഴപ്പമില്ല. പഠിക്കാൻ തുടങ്ങാത്തവർ ഇപ്പൊ സമയമുണ്ട്. ഞാൻ വെറുതെ ചോദിച്ചതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇഷ്ടം നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ടല്ലോ പഠിക്കാനായിട്ട്. പഠിക്കാം, കുറച്ചൊക്കെ പഠിച്ച് വെക്കുക. എല്ലാവരും വലിയ ചാപ്റ്റർ അല്ലേ, തേർഡും ഫോർത്തിലും മിക്ക ചാപ്റ്ററുകളും വലിയ ചാപ്റ്ററുകളാണ്. ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തേർഡും ഫോർത്തും ഇത്തിരി ലെങ്തിയാണ് ചാപ്റ്ററുകൾ. അപ്പൊ അത് ഇനിയിപ്പോ വരുന്ന എക്സാം നമുക്ക് അറിയാലോ, തേർഡും ഫോർത്തും കൂടി ഒരുമിച്ചായിരിക്കും. പിന്നെ കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് മോഡലൊക്കെ പേപ്പറുകൾ തിരിച്ചായിരിക്കില്ല. അപ്പൊ കുറച്ച് പഠിച്ചാൽ മതി. പേപ്പർ 1 മാത്രം ഒരു ദിവസം, പേപ്പർ 2 മാത്രം ഒരു ദിവസം, പേപ്പർ 3, പേപ്പർ 4 അങ്ങനെയായിരിക്കുമല്ലോ മെയിൻ ഒക്കെ വരുമ്പോൾ. അപ്പൊ നമുക്ക് സമയമുണ്ട്. കുറച്ച് ഒരു ദിവസം നമുക്കൊരു പേപ്പർ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ കുറച്ചുകൂടി ഇത് കംപ്ലീറ്റ് ആക്കാം. മാക്സിമം സമയം കിട്ടുന്നതിന്റെ അനുസരിച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്തായാലും ചാപ്റ്റർ ഒക്കെ തീരാറായല്ലോ. ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് അടുത്ത ദിവസം ഒരു ക്ലാസ് കൂടി കിട്ടിയാൽ മതിയാവും. ഈ ഒരു ചാപ്റ്റർ തീരും. ഓക്കെ, എല്ലാവരും എത്തിയോ? 28 പേര് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട് അല്ലേ? ഞാൻ ഓർത്ത് ഇനി ചിലപ്പോ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുമ്പോ ചില ബോറടിക്കും. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് തന്നെ നമ്മൾ കേട്ടോണ്ടിരിക്കാൻ കുറെ നേരമായിട്ട്. അതുകൊണ്ട് ബോറടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നല്ല പിള്ളേരാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ വേഗം കയറിയത്. അതുകൂടി പറയട്ടെ. അവര് പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേരെന്ന് വെച്ചാൽ അവരൊക്കെ നല്ല പിള്ളേരാണ്, മിസ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇനി ഞാൻ ഇടയ്ക്ക് കയറുമ്പോ ഇനി അവർക്ക് ഇഷ്ടാവോന്ന് അറിയില്ലല്ലോ, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞേ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? മനസ്സിലാവല്ലേ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റ് 5 പോയിന്റ് അല്ലേ പറഞ്ഞത്? നമ്മൾ എന്താ പറഞ്ഞേക്കുന്നേ? ഉണ്ട്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റാ പറഞ്ഞ്. അപ്പൊ നമ്മൾ എന്താ, എംപ്റ്റി ആയിട്ടുള്ളതും നമ്മൾ ഫുൾ ആയിട്ടുള്ള സിലിണ്ടറുകള് നമ്മൾ എന്താ പറയാ, അത് സോർട്ട് ചെയ്ത് വെക്കണം. പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് അത് സോർട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് റീഫില്ല് ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പൊ അതേ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇനി നോക്കിയേ, ആറാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ബി ഡ്രസ്ഡ് ഇൻ അപ്രോപ്രിയേറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പഠിച്ചില്ലേ നിങ്ങള്? റേഡിയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എക്സ്പാൻഡഡ് ഫോം ചോദിക്കാട്ടോ, PPE. നമ്മള് എന്താ പറയാ, നല്ല ബി ഡ്രസ്ഡ് ഇൻ അപ്രോപ്രിയേറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE നമ്മൾ ധരിക്കണം. ലൈക്ക് സേഫ്റ്റി ഷൂസ് ആൻഡ് സേഫ്റ്റി സ്പെക്ടിക്കിൾസ്. ഈ ഗ്യാസും ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ സേഫ്റ്റി ഷൂസുകള്, സേഫ്റ്റി സ്പെക്ടിക്കിൾസ് ഒക്കെ നമ്മൾ ധരിക്കണം. അങ്ങനെ PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കണം. നമ്മൾ ഈ സിലിണ്ടറൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴുമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത നോക്കിയേ, നെവർ റോൾ ചെയ്യാൻ പാടില്ല. ഡ്രാഗ് ചെയ്യാൻ വലിക്കാനോ അല്ലെങ്കിൽ അത് റോൾ ചെയ്യാനോ, ഓർ ഡ്രോപ്പ് സിലിണ്ടേഴ്സ്, drag or drop cylinders or allow them to strike each other. എന്താ, നമ്മളത് പരസ്പരം സ്ട്രൈക്ക് ചെയ്യാതെ, ആ സിലിണ്ടറുകൾ തമ്മിൽ പരസ്പരം സ്ട്രൈക്ക് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. പിന്നെ അതുപോലെ തന്നെ അതിങ്ങനെ തലയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകരുത്. നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഉരുട്ടിയൊക്കെ കൊണ്ടുവരാറുണ്ട് അല്ലെ? ഗ്യാസ് വെൻഡേഴ്സ് ഇവിടെ ഒറ്റ തട്ടം കാട്ടി കഴിഞ്ഞാൽ അതെവിടെ നിൽക്കണേന്ന് വെച്ചാൽ അവിടെ പറയാം. അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല ശരിക്കും. അതായിക്കോട്ടെ ഇതായിക്കോട്ടെ, നമ്മളത് ഒരിക്കലും നമ്മൾ റോൾ ചെയ്യാനോ ഡ്രാഗ് ചെയ്യാനോ പരസ്പരം ഇങ്ങനെ വലിച്ചൊക്കെ എറിയുകയൊക്കെ ചെയ്യുമ്പോഴും പരസ്പരം ആ സിലിണ്ടറുകൾ തമ്മിൽ സ്ട്രൈക്ക് ചെയ്യാം, പരസ്പരം കൂട്ടി ഇടിക്കാനോ ഒന്നും പാടില്ല. ഇനി നോക്കിയേ, ടേൺ ഓഫ് ഓൾ വാൽവ്സ് വെൻ സിലിണ്ടേഴ്സ് ആർ നോട്ട് ഇൻ യൂസ്. നമ്മള് സിലിണ്ടർ ഉപയോഗിക്കാതിരിക്കുമ്പോൾ എല്ലാ വാൽവുകളും നമ്മൾ ക്ലോസ് ചെയ്യണം, ടേൺ ഓഫ് ചെയ്യണം. ഓൾ വാൽവ്സ് വെൻ ദ സിലിണ്ടേഴ്സ് ആർ നോട്ട് ഇൻ യൂസ്. നമ്മളും അങ്ങനെയല്ലേ, ഗ്യാസ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മൾ ആ വാൽവ് ക്ലോസ് ചെയ്തിടും അല്ലെ? ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ഓപ്പൺ ചെയ്താൽ മതി. അതാണ്, നമ്മൾ സിലിണ്ടേഴ്സ് ഉപയോഗിക്കാത്ത സമയത്ത് ഈ വാൽവുകൾ ഓഫ് ആക്കണം. ടേൺ ഓഫ് ഓൾ വാൽവ്സ്, എല്ലാ വാൽവുകളും ഓഫ് ആക്കണം. നെക്സ്റ്റ് നോക്കിയേ, when the cylinder is not in use,
The valve protection cap shall be in place to protect the valve. അടുത്ത നോക്കിയേ, when the cylinder is not in use, cylinder ഇനി നമ്മൾ ഉപയോഗിക്കാത്തപ്പോഴോ, when the cylinder is not in use, cylinder ഉപയോഗിക്കാത്തപ്പോഴ് എന്താ, the valve protection cap shall be in a place to protect the valve. വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ ഉപയോഗിക്കണം. സിലിണ്ടർ ഉപയോഗിക്കാത്തപ്പോഴ് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ ഇടണം. ബി ഇൻ പ്ലേസ് ടു പ്രൊട്ടക്ട് ദ വാൽവ്. വാൽവുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ ധരിക്കണം. അപ്പൊ അത്രയാണ് ഹാൻഡ്ലിംഗ് ആൻഡ് യൂസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ആറാമത്തെ പോയിന്റില് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ, അതായത് സേഫ്റ്റി ഷൂസുകള്, സേഫ്റ്റി സ്പെക്ടിക്കിൾസ്, ഇതൊക്കെ നമ്മൾ ധരിക്കണം. പിന്നെ അടുത്തത് സിലിണ്ടർ റോൾ ചെയ്യാനോ അതിൽ ഡ്രാഗ് ചെയ്യാനോ പരസ്പരം സ്ട്രൈക്ക് ചെയ്യാനൊന്നും പാടില്ല. പിന്നെ അടുത്തത് ഉപയോഗിക്കാത്തപ്പോഴ് ഈ സിലിണ്ടർ വാൽവുകൾ ടേൺ ഓഫ് ചെയ്യണം. പിന്നെ അടുത്തത് സിലിണ്ടർ ഉപയോഗിക്കാത്ത സമയത്ത് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ ഉപയോഗിക്കണം. വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ ധരിക്കണം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിങ്. ഇനി ഇത് കൊണ്ടുപോകുമ്പോൾ, ഈ സിലിണ്ടർ ഉയർത്തുമ്പോഴും കൊണ്ടുപോകുമ്പോഴും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കിയേ. when handling gas cylinders use a cylinder trolley. അപ്പൊ നമ്മൾ ഇത് ഗ്യാസ് സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് സിലിണ്ടർ ട്രോളി ഉപയോഗിക്കാം. നമ്മൾ തലയിൽ ചുവന്നോ അല്ലെങ്കിൽ കൈകൊണ്ടൊക്കെ എടുത്ത് ചുവന്നുകൊണ്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, സിലിണ്ടർ ട്രോളി ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സിലിണ്ടർ ട്രോളി ഉപയോഗിക്കാം. when handling gas cylinders use a cylinder trolley. സിലിണ്ടർ ട്രോളി ഉപയോഗിക്കാം. ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഓരോന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് ഫുള്ള് ബൈഹാർട്ടൊന്നും ചെയ്യണ്ട. നമ്മൾ ആദ്യത്തെ സെക്ഷനുകളും ഒക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ഒരു സെക്ഷനിൽ നിന്നൊക്കെ വരാറ് കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. when handling ഗ്യാസ് സിലിണ്ടേഴ്സ്, നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സിലിണ്ടർ ട്രോളി ഉപയോഗിക്കണം. പിന്നെ നോക്കിയേ, യൂസ് അപ്രോപ്രിയേറ്റ് പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്പ് ആൻഡ് കവർ ടു സിലിണ്ടർ ബിഫോർ ട്രാൻസ്പോർട്ടിങ്. ഉണ്ടോ, ഇനി അടുത്ത ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്, ഈ സിലിണ്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ഉപയോഗിക്കണം, വാൽവ് പ്രൊട്ടക്റ്റീവ് ക്യാപ്പുകള്, പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്പുകളും കവറും, വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ക്യാപ്പുകള്, അതിന്റെ കവറുകള്, ഇതെല്ലാം ഉപയോഗിക്കണം ബിഫോർ ട്രാൻസ്പോർട്ടിങ്. അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ. അപ്പൊ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിയ മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഷിഫ്റ്റ് സിലിണ്ടർ വിത്ത് വാൽവ് ക്യാപ്പ്. അതായത് നമ്മൾ ഈ സിലിണ്ടർ വാൽവ് ക്യാപ്പോട് കൂടി ഷിഫ്റ്റ് ചെയ്യണം. അതായത് നോട്ട് ലിഫ്റ്റ് സിലിണ്ടർ, ക്യാപ്പിൽ പിടിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ക്യാപ്പിൽ മാത്രം പിടിച്ചിട്ട് സിലിണ്ടർ പൊക്കാൻ പാടില്ല. ആ വാൽവ് ക്യാപ്പോട് കൂടി മൊത്തത്തിലായിട്ട് അത് ഷിഫ്റ്റ് ചെയ്യണം. ആ ക്യാപ്പിൽ മാത്രം പിടിച്ച് പൊക്കരുത്. ഓക്കെ, ഷിഫ്റ്റ് സിലിണ്ടർ വിത്ത് വാൽവ് ക്യാപ്പ്. ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടർ ബൈ ദ ക്യാപ്പ്. ക്യാപ്പിൽ മാത്രം പിടിച്ച് പൊക്കരുത്. അടുത്ത പോയിന്റ് നോക്കിയേ, ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് ദ റെഗുലേറ്റർ അറ്റാച്ച്ഡ്. കണ്ടോ, റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ ഒരിക്കലും ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല, മാറ്റാൻ പാടില്ല. നമ്മളാണെങ്കിൽ ഒരു ഗ്യാസ് കുറ്റി തീർന്നു കഴിയുമ്പോൾ അടുത്ത കുറ്റി വെക്കുമ്പോൾ റെഗുലേറ്റർ മാറ്റിയിട്ടല്ലേ, റെഗുലേറ്ററോട് കൂടി നമുക്ക് പൊക്കിയെടുക്കാൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ അത് നമ്മുടെ ആണെങ്കിൽ ഗ്യാസ് കുറ്റി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ റെഗുലേറ്റർ മാറ്റി വെച്ചിട്ടാണ് ഗ്യാസ് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു കുറ്റി നമ്മൾ കാലിയായിട്ടുള്ള എംപ്റ്റി ആയിട്ടുള്ള സിലിണ്ടർ മാറ്റിയിട്ട് ഫുൾ ആയിട്ടുള്ള സിലിണ്ടർ വെച്ചിട്ട് വീണ്ടും നമ്മൾ റെഗുലേറ്റർ അതിട്ട് അറ്റാച്ച് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്താ, റെഗുലേറ്റർ അറ്റാച്ച് ചെയ്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് ദ റെഗുലേറ്റർ അറ്റാച്ച്ഡ്. റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. അടുത്ത നോക്കിയേ, സിലിണ്ടർ മസ്റ്റ് ബി ഫാസ്റ്റൻഡ് സേഫ്ലി ഇൻ അപ്രൈറ്റ് പൊസിഷൻ. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നമ്മളെന്താ, സിലിണ്ടറുകൾ അപ്രൈറ്റ് ആയിട്ട് നേരായ സ്ഥലത്ത് തന്നെ അത് ഉറപ്പിക്കണം. പൊസിഷൻ സ്റ്റോറേജ് വേണ്ട കേട്ടോ, അത്രേ ഉള്ളൂ. അപ്രൈറ്റ് പൊസിഷൻ അത്രയും മതി. ഓക്കെ,
സിലിണ്ടറുകൾ നേരായ സ്ഥലത്ത് സുരക്ഷിതമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഉറപ്പിച്ചു വെക്കണം. അടുത്ത പോയിന്റ് നോക്കിയാൽ ഗ്യാസ് സിലിണ്ടർ ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. കണ്ടോ, അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരുപാട് നാളത്തേക്ക് ഇങ്ങനെ നമുക്ക് ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോർ ചെയ്യാൻ പാടില്ല. കുറെ നാളത്തേക്കൊന്നും അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. കുറെ നാളത്തേക്ക് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടറുകൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റോർ ചെയ്യാൻ പാടില്ല. പർച്ചേസ് only required quantity of gas to cover short time needs. എത്രമാത്രം പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റി എത്രമാത്രം നമുക്ക് ആവശ്യമുണ്ട് അത്രയും മാത്രം നമുക്ക് എന്താ ഷോർട്ട് ടൈം നീഡ്. ഇപ്പൊ നമ്മൾ ഷോർട്ട് ടൈം നീഡിന് വേണ്ടിയുള്ള മാത്രം നമ്മൾ എന്താ പറയാ പർച്ചേസ് ചെയ്താൽ മതി. ഒരുപാട് കുറെ വർഷത്തേക്കുള്ളതൊന്നും നമ്മൾ മുന്നേ കൊണ്ടുവന്ന് ഒരുപാടൊന്നും ഗ്യാസ് സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മാത്രം നമ്മൾ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാവുന്നത് മാത്രം സ്റ്റോർ ചെയ്താൽ മതി. ഇനി അടുത്ത നോക്കിയേ, പ്രോപ്പർലി സെക്യൂർ ദ സിലിണ്ടർ അറ്റ് ഓൾ ടൈംസ്, സ്ട്രാപ്സ്, ബെൽറ്റ് ഓർ ചെയിൻസ്. അപ്പൊ നോക്കിയേ, അതിനകത്ത് ഈ ബെൽറ്റുകള്, ബെൽറ്റ് ഓർ ചെയിൻസ്, സ്ട്രാപ്സ് കളൊക്കെ ഇതൊക്കെ എന്താ പറയാ, അതെല്ലാം നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ ശരിയായി നമ്മൾ സുരക്ഷിതമാക്കണം. അതായത് ആ ബെൽറ്റുകളൊക്കെ അല്ലെങ്കിൽ അതിന്റെ ചെയിനൊക്കെ ഉണ്ടെങ്കിൽ ചങ്ങല പോലുള്ളതൊക്കെ അത് ഓരോന്ന് കണക്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടെങ്കിലും എല്ലാം അതെപ്പോഴും എന്താ പ്രോപ്പർ ആയിട്ട് സെക്യൂർ ചെയ്യണം. സിലിണ്ടറിൽ അത് പ്രോപ്പർ ആയിട്ട് സെക്യൂർ ചെയ്യണം. അതിന്റെ സ്ട്രാപ്പുകളൊക്കെ ആണെങ്കിലും എല്ലാവരും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ സുരക്ഷിതമായിട്ട് വെക്കണം. പിന്നെ അടുത്ത് നോക്കി, ഇതെങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ഗ്യാസ് സിലിണ്ടർ ഇൻ കൂൾ. നമ്മൾ കൂളായിട്ട് നമ്മൾ ചൂടൊക്കെ അധികം കിട്ടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊന്നും ഇത് സ്റ്റോർ ചെയ്യരുത്. സ്റ്റോർ ഗ്യാസ് സിലിണ്ടർ ഇൻ കൂൾ, കൂളായിട്ട്, വെൽ വെന്റിലേറ്റഡ്, നല്ല വെന്റിലേഷൻ കിട്ടുന്ന ഏരിയയില്, എവേ ഫ്രം അൺസ്യൂട്ടബിൾ മെറ്റീരിയൽ ആൻഡ് ഇഗ്നീഷൻ സോഴ്സസ്. ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ജ്വലിക്കുക, കത്ത് പിടിക്കാവുന്ന ആ ഒരു സോഴ്സുകളൊക്കെ അടുത്തുണ്ടെങ്കിൽ അതിൽ നിന്നും ഒക്കെ നമ്മൾ മാറ്റി വെക്കണം. അനുയോജ്യമല്ലാത്ത വസ്തുക്കളിൽ നിന്നും, അൺസ്യൂട്ടബിൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് വല്ല ഫ്ലെയിമബിൾ ഒക്കെ ആവാൻ വേണമെങ്കിൽ അത് അങ്ങനെ നമുക്ക് അതിനോട് ആപ്റ്റല്ലാത്ത അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തൊന്നും വെക്കാൻ പാടില്ല. അതിൽ നിന്നും ദൂരെയാണ്. എവേ ഫ്രം അൺസ്യൂട്ടബിൾ മെറ്റീരിയൽ ആൻഡ് ഇഗ്നീഷൻ സോഴ്സസ്. ഇഗ്നീഷൻ എന്ന് പറയും ജ്വലിക്കാൻ, കത്തുന്ന ഒരു സോഴ്സുകളൊക്കെ അടുത്തുണ്ടെങ്കിൽ, സമീപ പ്രദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് വെക്കാൻ പാടില്ല. ഇപ്പൊ നമ്മള് ഈ എന്താ പറയാ പടക്കവും സാധനങ്ങളൊക്കെ പറയില്ലേ, കത്തുന്നതിന്റെ അടുത്തൊന്നും വെക്കാൻ പാടില്ലെന്ന്, അല്ലെങ്കിൽ തീയുടെ അടുത്തൊന്നും സൂക്ഷിക്കാൻ പാടില്ല എന്ന്. അതുപോലെയൊക്കെ തന്നെ ഇതെല്ലാം ഫ്ലെയിമബിൾ ആണ്. ഇപ്പൊ ഓക്സിജൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അതൊക്കെ നമ്മൾ ഇങ്ങനെ എല്ലാം നമ്മൾ കത്തുപിടിക്കാൻ സഹായിക്കുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ലീക്കാവോ അല്ലെങ്കിൽ സ്പ്രെഡ് ആവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയൊരു അപകടം വരും. അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ദൂരത്തിലേക്കാക്കി മാറ്റി വെക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. സ്റ്റോർ ഗ്യാസ് സിലിണ്ടർ ഇൻ കൂളായിട്ട്, ഡ്രൈ, വെൽ വെന്റിലേറ്റഡ് ഏരിയ, നല്ല വെന്റിലേഷൻ ഉള്ള ഏരിയയില്, എവേ ഫ്രം അൺസ്യൂട്ടബിൾ മെറ്റീരിയൽ, നമുക്ക് സ്യൂട്ട് അല്ലാത്ത മെറ്റീരിയൽസിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ കത്തുന്ന ഒരു സോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ദൂരത്തിൽ മാറ്റി വെക്കണം. സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി സ്റ്റോർഡ് എവേ ഫ്രം സോഴ്സ് ഓഫ് ഇഗ്നീഷൻ. അത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് നമ്മൾ ആ കത്ത് പിടിക്കുന്ന വാതകം അതിന്റെയൊക്കെ അടുത്തുനിന്ന് ആ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ദൂരത്തിലായിരിക്കണം സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്യേണ്ടത്. അതർ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ഓർ ഓക്സിജൻ സിലിണ്ടർ. കണ്ടോ, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകളോ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറോ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ നമ്മൾ എന്താ സുരക്ഷിതമാക്കുന്ന രീതിയിൽ അതിൽ നിന്നൊക്കെ കുറച്ച് ദൂരത്തിലാക്കി സ്റ്റോർ ചെയ്യണം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ, വെൻ നോട്ട് ഇൻ യൂസ്. ഇനി നമ്മൾ ഇത് ഉപയോഗിക്കാത്തപ്പോഴോ, സ്റ്റോർ ഗ്യാസ് സിലിണ്ടർ സേഫ്ലി ആൻഡ് ഷുഡ് ബി പ്രോപ്പർലി റീസ്ട്രെയിൻഡ്. നമ്മൾ ഇനി ഉപയോഗിക്കാത്തപ്പോഴോ,
when not in use. ഇത് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് എന്താണ്? സ്റ്റോർ ഗ്യാസ് സിലിണ്ടർ സേഫ്ലി, സേഫ് ആയിട്ട്, ഷുഡ് ബി പ്രോപ്പർലി റീസ്റ്റെയിൻ. നമ്മൾ ശരിയായി അത് എന്ത് ചെയ്യാം? നിയന്ത്രിക്കുക. റീസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുകയും വേണം. ഉപയോഗിക്കാത്തപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്യുകയും അത് നമ്മൾ ശരിയായി അത് പ്രോപ്പർ ആയിട്ട് റീസ്റ്റെയിൻ ചെയ്യാൻ നിയന്ത്രിക്കുകയും വേണം. അപ്പൊ ഇത്രയാണ് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് എന്നുള്ളതില് ട്രാൻസ്പോർട്ട് എന്നുള്ള സെക്ഷനിൽ പറയുന്നത്. വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. അത് നിങ്ങളോ ഇത് ഫുള്ളൊന്നും ബൈഹാർട്ടൊന്നും ചെയ്ത് പിടിക്കേണ്ട, എല്ലാ പോയിന്റ്സുകളാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കും. ഇതിൽ നിന്നൊന്നും അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെയൊന്നും ചോദിക്കുന്ന ഒരു സെക്ഷൻ അല്ല ഇത്. പിന്നെ അഥവാ ഏതെങ്കിലും ഓർമ്മ ചോദിച്ചാലും നിങ്ങളത് ആൻസർ ചെയ്യാൻ ഇതായിരിക്കണം. അതൊന്നും മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമുക്ക് ഏകദേശം ഒന്ന് 2-3 പ്രാവശ്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുമല്ലോ. ഒന്ന് മലയാളത്തിലൊന്ന് മീനിങ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ അവിടെ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ ആ ഓപ്ഷൻ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. നമ്മളിപ്പോ ലിഫ്റ്റിംഗ് ട്രാൻസ്പോർട്ടിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അങ്ങനെയൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ഈ പോയിന്റ്സുകളൊന്ന് കണ്ടു കഴിഞ്ഞാൽ പറ്റൂലേ? എനിക്കൊന്ന് മലയാളത്തിലൊന്ന് മനസ്സിലാക്കി വെച്ചുകൂടെ? ഇത് ബൈ ഹാർട്ട് ചെയ്തൊന്നും ആരും പഠിക്കണ്ട കേട്ടോ. ഓക്കെ, എങ്ങനെയായാലും നമുക്കൊരു സെക്ഷനിൽ നിന്ന് ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു 4 ക്വസ്റ്റ്യൻ, മാക്സിമം 5 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുള്ളൂ. കൂടിപ്പോയി 6 ക്വസ്റ്റ്യൻ, അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെക്ഷനിലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഈ ലാസ്റ്റ് സെക്ഷനിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. അഥവാ ഇനി ഓരോന്നെങ്ങാനും ചോദിച്ചാലും നമ്മൾ അത് വിട്ടുകളയരുത്. അതിനൊന്നും മനസ്സിലാക്കി വെക്കുക. 2-3 വായിച്ച് ഒന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെറിയൊരു ഇതുള്ളൂ. നമുക്കത് അടുത്ത ക്ലാസ്സിൽ തീർക്കാവുന്ന ഒരു ഇതുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും മതി. ഒരുപാട് നിങ്ങൾ ഇരിക്കുമ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരു ബോറടി ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ എന്നാ നിങ്ങൾക്കൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഓക്കെ, എല്ലാവരും ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ലെഫ്റ്റ് ആവാം. അത് നോക്കി വെക്കും. ഓക്കെ, ബൈ. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ.